ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ LP UPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണിത്. അതായത് 2013 മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള ഇതേവരെ നടന്നിട്ടുള്ള PSCയുടെ GK പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 60ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് GK പാർട്ട് വരുന്നുണ്ട്. അത് ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ SCRT ഒക്കെ നല്ലപോലെ വായിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇത് തന്നെ നമ്മളുടെ പഴയ ക്ലാസ്സുകളൊക്കെ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് കണ്ടിട്ടുള്ളവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ ഓർക്കുവാണ്, ഞാൻ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അത്രയും നമ്മുടെ ക്ലാസ്സുകൾ പണ്ടുതൊട്ടേ കാണുന്നവർക്കാണെങ്കിൽ ഈസി ആയിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് 2013 മുതൽ ഉള്ള എക്സാമിനേഷന്റെ LP UP എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള GK പാർട്ട് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉടനെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് പാർട്ടും മലയാളം പാർട്ടും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ GK പാർട്ട് കാണുക. ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതൊരു റിവിഷൻ ആയിട്ട് കണക്കാക്കുക. കാരണം ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ തന്നെ ആൻസർ വരുന്ന രീതിയിൽ പെട്ടെന്ന് വിടുന്ന ക്വിക്ക് റിവിഷൻ മെത്തേഡായിട്ട് ഇതിനെ കാണുക. ഓൾറെഡി ഇത്രയും നാളും കൊണ്ട് പഠിച്ചതല്ലേ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ നിങ്ങളുടെ റിവിഷനായിട്ട് കാണുക. നിങ്ങൾ ഇത്രയും പഠിച്ചതിനെ നിങ്ങൾക്ക് ഒന്ന് വിലയിരുത്താനുള്ള ഒരു അവസരവുമായിട്ടും കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോകാം. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? ഓപ്ഷൻ എ മംഗലാപുരം മുതൽ ചെന്നൈ വരെ, ഓപ്ഷൻ ബി ഡൽഹി മുതൽ അമൃത്സർ വരെ, ഓപ്ഷൻ സി ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ, ഓപ്ഷൻ ഡി മുംബൈ മുതൽ താനെ വരെ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോകുന്ന രീതിയാണ്. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ ആയിരുന്നു എന്താ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ്, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. രണ്ട്, താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആർക്ക്? ജെയിംസ് പീബിൾസ്, അഭിജിത്ത് ബാനർജി, എസ്തേർ ദുഫ്ലോ, മൈക്കൽ ക്രമർ. അപ്പൊ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആർക്കാണ്? ജെയിംസ് പീബിൾസ്. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് എന്ന്? 2019 നവംബർ 1, 2020 ജനുവരി 1, 2020 ജനുവരി 10, 2019 നവംബർ 10, 2020 ജനുവരി 1. നെക്സ്റ്റ്, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് നമുക്കല്ലാതെ പഠിച്ചിട്ടുള്ളതാണ്. ഛത്തീസ്ഗഡിലാണ് എന്താ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? ഛത്തീസ്ഗഡ്. ദെൻ നെക്സ്റ്റ്, നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം? നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആണ്. 2020 ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം? PT ഉഷ, കപിൽ ദേവ്, മേരി കോം, സച്ചിൻ തെണ്ടുൽക്കർ. ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ ആണ് 2020 ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം. ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? വിശാഖപട്ടണം, കുർണൂൽ, അമരാവതി. ഇവയൊന്നുമല്ല. ഏതാ വരുന്നത്? അമരാവതി, അല്ലെ? ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമരാവതി. നെക്സ്റ്റ്, COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹെനൻ, ഫ്യൂജിയൻ, ഖൻസു, ഹ്യൂബ. നിങ്ങൾക്കറിയാം എവിടെയാണ്? ഹ്യൂബേ ആണ്, അല്ലെ? ഹ്യൂബേ ആണ്. നമ്മളത് പത്രങ്ങളിലൊക്കെ അന്ന് വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി? ജസീന്ത ആർദേൻ, സന്ന മെരീൻ, ഒലെക്സി ഹോൺഷോർ, അബേദൽ ഫത്ത അൽ സിസി. ആരാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞത്? സന്ന മെരീൻ ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, നെഹ്റു. ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ എന്ത് വന്ന ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിക്കുന്നത്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആനന്ദനാണ്, അല്ലെ? 2019 എഴുത്തച്ഛൻ പുരസ്കാരം ആനന്ദ. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഈ ലേറ്റസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചു വെച്ചിരിക്കണം. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ഗഗൻയാൻ പദ്ധതിയാണ്. താഴെ കൊടുത്തവയിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര്? വക്കം പുരുഷോത്തമൻ, കുമ്മനം രാജശേഖരൻ, ശ്രീധരൻ പിള്ള, ജി കാർത്തികേയൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളിയാണ്. ആരാണ്? ജി കാർത്തികേയൻ. നെക്സ്റ്റ്,
ഡൽഹിയിൽ 3-ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം 62 സീറ്റുകളാണ്. 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ആണ്. ഇത് ആ സമയത്തെ കറണ്ട് റിലേറ്റഡ് ഇവന്റ്സ് ആണ് കേട്ടോ. 2019 നവംബർ 3 16ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? ഇതൊക്കെ അന്നത്തെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. ബാങ്കോങ്ങിലാണ് നടന്നത്. അപ്പൊ റീസെന്റ് ഉള്ള ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെച്ചിരിക്കുന്ന എക്സാമിന് മുൻപ്. നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആര്? ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, AK ആന്റണി. ഇപ്പോ ഇത്തവണത്തെ ചോദിക്കുവാണെങ്കിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ്. ആ സമയം എക്സാം എഴുതുന്ന സമയത്ത് നിലവിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? നിങ്ങൾക്കറിയാം ദേശീയ ജലപാത 3 ആണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലൂടെ കടന്നു പോകുന്നത്. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം 2019 നവംബർ 29 എന്ത് വന്നത്? കേരള ബാങ്ക് നിലവിൽ വന്നത്. 2020 വർഷം UN ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? UN അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാ? നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടാത്തത് ആര് മാത്രമേ ഉള്ളൂ? തന്നിരിക്കുന്നതിനകത്ത് ശ്രീലങ്ക മാത്രമേ ഉള്ളൂ അല്ലെ? കാരണം ഓപ്ഷൻ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ആണ്. ഇതിൽ ശ്രീലങ്കയ്ക്ക് മാത്രമേ എന്തുള്ളൂ? കര അതിർത്തി പങ്കിടാതെയുള്ളൂ. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി. അപ്പം യമുനയാണ് തന്നിരിക്കുന്നതിനകത്ത് ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് നമുക്കറിയാം 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നമുക്കറിയാം ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. നെക്സ്റ്റ്, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം അല്ലെ. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് 25 വായിച്ചപ്പം. ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആര്? നമുക്കറിയാം ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് എന്തറിയപ്പെടുന്നത്? ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം, കായൽ, അഴിമുഖങ്ങൾ, ഡെൽറ്റ, കടല്. നമ്മൾ കാണാത്ത ഇവിടെ എന്താണ്? ഡെൽറ്റ നമുക്ക് ഇല്ല. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏത്? നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നത് വൈക്കം സത്യാഗ്രഹമാണ് അല്ലെ. ഗുരുവായൂർ, മാപ്പിള കലാപം, ചാന്നാർ ലഹളയാണ് തന്നിരിക്കുന്നത്. ഓപ്ഷനിൽ വൈക്കം സത്യാഗ്രഹമാണ് നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതേത്? മേൽമുണ്ട് കലാപം, SNDP, സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ. ഏതാണ്ട് തന്നിരിക്കുന്നതിനകത്ത് മേൽമുണ്ട് കലാപമാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെടാത്തത്. വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം ഏത്? 2005 നിലവിൽ വന്നു. 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ്, 30 ദിവസത്തിനുള്ളിൽ മറുപടി. ഇവയൊന്നുമല്ല. അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന എല്ലാം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഉത്തരം. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആര്? ജോർജ് വാഷിംഗ്ടൺ ആണ്. എല്ലാവർക്കും അറിയാം അല്ലെ. അമേരിക്കൻ ഐക്യനാടിന്റെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്താണ്? 1789. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേര് എന്ത്? ഗസ്റ്റപ്പോ അല്ലെ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേരാണ് എന്താ? ഗസ്റ്റപ്പോ. ദെൻ നെക്സ്റ്റ്, ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര് വിഷുവം എന്നാണ് പറയുന്നത്. രാത്രിയും പകലും തുല്യമായിട്ട് ഭൂമിയുടെ 2 അർദ്ധഗോളം, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വിഷുവം എന്ന് പറയും. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകമാണ് ഏത്? മില്ലി ബാർ അല്ലെ. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏത്? ഫൺ, മാംഗോ ഷവർ, കാൽബൈശാഖി, ലൂ. നമുക്കറിയാം ഏതാണ് ഇന്ത്യയിൽ അനുഭവപ്പെടാത്തത്? ഇതിനകത്ത് ഫൺ ആണ്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ് ICDS ആണ് അല്ലെ. GST നിലവിൽ വന്നത് എന്ന്? GST നിലവിൽ വന്നത് 2017 2017 ജൂലൈ 1 എന്ത് വന്നത്? GST നിലവിൽ വന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ നഗരം ഏത്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ നഗരമാണ് മോഹൻജദാരോ.
ഭൂമിയുടെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളി ഏത്? ഭൂമിയുടെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഏതാണ്? ഭൂവൽക്കം ആണ്. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവും അല്ലാത്ത വസ്തു. താപചാലകമാണ്, പക്ഷെ എന്തല്ല, വൈദ്യുത ചാലകമല്ല. അങ്ങനെയുള്ളത് ഏതാണ്? സിലിക്ക, സിൽവർ, മൈക്ക, മെർക്കുറി. ഏതാണ്? മൈക്കയാണ്. നല്ലൊരു താപചാലകമാണ്, എന്നാൽ വൈദ്യുത ചാലകമല്ല. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, മഴവെള്ളത്തിന്റെ pH മൂല്യം. മഴവെള്ളത്തിന്റെ pH മൂല്യം 5.6 ആണ് കേട്ടോ. മഴവെള്ളത്തിന്റെ pH മൂല്യം 5.6. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു കാൽസ്യം ബൈകാർബേറ്റ് ആണ്. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു. ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് എന്തിലാണെന്നുള്ളതാണ്. അത് PSC ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 46. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏത്? താഴെ പറയുന്നതിൽ ഏറ്റവും നല്ല താപചാലകം മെർക്കുറി, ഗ്രാഫൈറ്റ്, അബണൈറ്റ്, സിൽവർ. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും നല്ല താപചാലകം ഏതാണ്? സിൽവർ ആണ് അല്ലെ. AC യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, റെക്ടിഫയർ, IC ചിപ്പ്. AC യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണമാണ് റെക്ടിഫയർ. ഓക്കെ, റെക്ടിഫയർ. നെക്സ്റ്റ്, മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഇരുമ്പ്, സിൽവർ, സ്വർണം, കോപ്പർ. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആകാത്ത ലോഹം ആണ് ഏത്? ഇരുമ്പ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? P2O5, V2O5, N2O5, FeO3 അല്ലെ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ആണ് ഏത്? V2O5. മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ബാർ, ടോർ, പാസ്കൽ, വെബർ. ഇപ്പൊ തന്നിരിക്കുന്നതിനകത്ത് മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? വെബർ ആണ്. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്താ? ലോക ഹീമോഫീലിയ ദിനം, ലോക മലേറിയ ദിനം, ലോക ക്ഷയരോഗ ദിനം, ലോക പോളിയോ ദിനം. മാർച്ച് 24 എന്താണ്? ലോക ക്ഷയരോഗ ദിനമാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 52. ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1978. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നുമാണ്? റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത്, റിസർപ്പിൻ പേരിനകത്ത് തന്നെയുണ്ട്, സർപ്പഗന്ധി. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം, മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലെ. ദെൻ ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം. ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ആണ് ഏത്? അനാഫേസ്. താഴെ കൊടുത്തവയിൽ പടവലത്തിന്റെ സങ്കര ഇനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ കൗമുദി, മഞ്ജിമ, പ്രിയങ്ക, GT1. അതിൽ കൗമുദിയാണ് എന്താ? പടവലത്തിന്റെ സങ്കര ഇനം. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ, ഇൻഫ്ലുവൻസ. അപ്പം DTP നൽകിയാൽ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം എന്ന് പറയുന്ന ഏതാണ്? ഇൻഫ്ലുവൻസയാണ്. നെക്സ്റ്റ്, കീമോതെറാപ്പിയുടെ പിതാവ് ആര്? കീമോതെറാപ്പിയുടെ പിതാവാണ് പോൾ എർലിക്ക്. ഓക്കെ, പോൾ എർലിക്ക്. ദെൻ നെക്സ്റ്റ്, ജീവകം ഇയുടെ രാസനാമം ഏത്? ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 190/2022 ആണ് കാറ്റഗറി കോഡ്. അതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത്? അതായത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന് മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് ഏത്? ഓപ്ഷൻ സി, കുറിച്യർ കലാപം. നെക്സ്റ്റ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? നിങ്ങൾക്കറിയാം ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആര്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പ്രസിഡന്റ് എ.ഒ. ഹ്യൂമാണ്. 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത്. കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യ വനിതയാണ് സരോജിനി നായിഡു. നമുക്കറിയാം മുംബൈയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടക്കുന്നത്. അതുപോലെ തന്നെ 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു, എ.ഒ. ഹ്യൂം അല്ല. അപ്പൊ ഇതിനകത്ത് 2ഉം 3ഉം മാത്രമേ ഓപ്ഷൻ നമുക്ക് ശരിയായിട്ടുള്ളൂ. അതായത് 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത്. ഓപ്ഷൻ 2 ആൻഡ് 3, അതായത് ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ്, മഹാസ്നാനഘട്ടം ഉത്ഖനനം ചെയ്യപ്പെട്ട സ്ഥലം മോഹൻജദാരോയിലാണ്. ഗ്രേറ്റ് ബാത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് കൺഫ്യൂഷനിസം. നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആര്? നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകനാണ് ഭഗത് സിംഗ്. ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഹോമി ജെ ഭാഭ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണെന്ന് എല്ലാവർക്കും അറിയാം. കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഇവിടെ നമുക്കറിയാം ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അവിടെ ശരിയുത്തരം ഏതാണ്? വി ശിവൻകുട്ടിയാണ് കേട്ടോ. അന്നത്തെയാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാ? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബെന്യാമിന്റെ കൃതിയാണ്. പരോക്ഷ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി രാജ്യസഭാംഗത്തെയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെ ഈ തന്നിരിക്കുന്നതിനകത്ത് തെരഞ്ഞെടുക്കുന്നത്. വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? വിന്ധ്യ, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം എവിടെയാണ്? ആൻഡമാനിലാണ്. ബൗദ്ധിക സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ നോളജ് ഇക്കോണമിയുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും, അതാണ് നോളജ് ഇക്കോണമി അല്ലെങ്കിൽ ബൗദ്ധിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം. നെക്സ്റ്റ്, ജുവനൈൽ കോടതി കൈകാര്യം ചെയ്യുന്ന കേസുകൾ. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങളാണ് ജുവനൈൽ കോടതി കൈകാര്യം ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1000 രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം. 1000 രൂപയുടെ നോട്ട് ആദ്യമായിട്ട് പുറത്തിറക്കുന്നത് 1954 ദെൻ ഭരണഘടനാ അനുച്ഛേദം 326 വരുത്തിയ ഭേദഗതിയാണ് 61 ഭേദഗതി. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 വയസ്സാക്കിയത് ഏത് വർഷം? 1989 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് വോട്ടവകാശം മാറ്റുന്നത്. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രതയാണ് ചോദിച്ചിരിക്കുന്നത്. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത 0.81. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്തുമൂലമാണ്? കേശുകത്വത്തിനത് ഉദാഹരണമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് എന്ത് ആവശ്യമില്ല? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. നെക്സ്റ്റ്, ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ചലന ജഡത്വം. ഓടി വരുന്ന അത്ലറ്റിക്കിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതിന് കാരണം എന്താണ്? ചലന ജഡത്വമാണ്. 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 2 സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന്റെ വേഗം 3 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡായി കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം കണക്കാക്കാൻ പറഞ്ഞാൽ അത് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നെക്സ്റ്റ്, ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണ്? 1/6 ആണ്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ഇന്ത്യയിലെ എത്രാമത്തെ ഓപ്പൺ സർവകലാശാലയാണ്? ഇന്ത്യയിലെ 15ാമത് ഓപ്പൺ സർവകലാശാലയാണ്.
സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി എവിടെയാണ് വരുന്നത്? സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി എറണാകുളം. പൊതുവിതരണത്തിനായി ഉപയോഗിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ 4x10⁻³ ഗ്രാം ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലോറിന്റെ ppmലുള്ള അളവ് കണക്കാക്കുക. എത്രയാ വരുന്നത്? 4 ppm. നെക്സ്റ്റ്, സോൾട്ട് ബ്രിഡ്ജുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ. ശരിയായിട്ടുള്ളത് സിങ്ക് റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും സിങ്ക് സൾഫേറ്റ് ജലീയ ലായനിയിൽ സിങ്ക് പ്ലസ് അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്കുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അപ്പം ഓപ്ഷൻ എയും ഡിയുമാണ് നമുക്കിവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. സോ എയും ഡിയും വരുമ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്ന റേറ്റ് കോൺസെൻട്രകളിൽ ഏതാണ് ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നത് എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊബാൾട്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊബാൾട്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം 3d⁴S⁴2 എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് കൊബാൾട്ടിന്റെ. ദെൻ നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏത് എന്ന് കണ്ടെത്താനാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈ ബ്രോമോപ്രോപ്പൈൻ മെറ്റാലിക് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് സൈക്ലോപ്രോപ്പൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരാശരി ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനെന്ന് കണ്ടെത്തുക. ശരാശരി ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ദെൻ ലിക്വിഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ്? ലിക്വിഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥ എലിസ്പോയിഡൽ കൊളോയിഡുകളുടെ സസ്പെൻഷനാണ്. ലിഥിയം അയൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദപരമായി ഉപയോഗിക്കാമെന്ന് പുതിയതായി കണ്ടെത്തിയത് ഏത് ലോഹ ആനോഡുകളെയാണ്? സോഡിയം. ദെൻ നെക്സ്റ്റ്, ഡിസംബർ 5 പ്രാധാന്യം എന്ത്? ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ്. ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏത്? പാമ്പിലാണ് ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്നത്. കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? കാൾവോസ് ആണ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത്. ക്യൂണികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ. കോശവിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രികാ ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടമേത്? ടിലോഫേസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഏത്? സംയോജിത കീടനിയന്ത്രണം അവലംബിക്കുക. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? നിശാന്തത. കുഞ്ഞിന്റെ മാതൃത്വമോ പിതൃത്വമോ നിർണയിക്കാനും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നോ വിരലടയാളത്തിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ DNA ഫിംഗർ പ്രിന്റിംഗ് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അലക് ജെഫ്രി. ഓക്കെ, ഓപ്ഷൻ ബി മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഞാനത് മാർക്ക് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അലക് ജെഫ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഡൂണുകൾ, നദി, പീഠഭൂമി, ചുരം. നമുക്കറിയാം റോഹ്താങ് എന്ന് പറയുന്നത് എന്താണ്? റോഹ്താങ് പാസ് ആണ് അല്ലെ? ചുരത്തിലാണ് റോഹ്താങ് പെടുന്നത്. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? സത്ലജിനും കാളിക്കും ഇടയിലുള്ള ഭാഗം എന്ന് പറയുന്നത് കുമയൂൺ ഹിമാലയമാണ്. കുമയൂൺ ഹിമാലയം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? തന്നിരിക്കുന്നതിനകത്ത് ലവണാംശം കൂടുതലുള്ള മണ്ണെന്ന് പറയുന്നത് മരുഭൂമി മണ്ണാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇംഗ്ലണ്ടിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ചത് ദുർഗാപൂരിലാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. എന്ത് ചെയ്യാം, ഞാൻ PSCയുടെ സൈറ്റിൽ നിന്ന് തന്നെ എടുത്തതാണ്. ബട്ട് ഐ ഡോണ്ട് നോ എന്ത് പറ്റിയെന്ന്.
ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ ആണ്. 1884 പൂണെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തി താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? ദീനബന്ധു മിത്രയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെയാണ് ഷോം പ്രകാശ്. കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത്? ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിലാണ് ഇദ്ദേഹം കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്ത് പ്രശസ്തനാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദി ഷാഹി സ്വാതന്ത്ര്യ ഭരണം നശിപ്പിക്കുകയില്ല എന്ന അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? അങ്ങനെയുള്ള വിപ്ലവകാരിയാണ് ആര്? ഝാൻസി റാണി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ച വർഷം താഴെ പറയുന്നവയിൽ ഏതാണ്? 1905 ജൂലൈ 20. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം താഴെ പറയുന്നവയിൽ ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് മുംബൈ ആണ്. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? മലബാർ ഗോഖലെ മങ്കട കൃഷ്ണവർമ്മ രാജയാണ് മലബാർ ഗോഖലെ. 1789 തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസൻ ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കോട്ട താഴെ പറയുന്നവയിൽ ഏതാണ്? കൊടുങ്ങല്ലൂർ കോട്ടയാണ് അദ്ദേഹം ഡച്ചുകാരുടെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ കോട്ട. നെക്സ്റ്റ്, ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ താഴെ പറയുന്നവരുടെ കൂട്ടത്തിൽ ആരാണ്? APJ അബ്ദുൽ കലാമിനാണ് ആദ്യമായിട്ട് ഹൂവർ പുരസ്കാരം ലഭിക്കുന്നത്. താഴെ പറയുന്ന രാജ്യങ്ങളിൽ ഡോളർ ഔദ്യോഗിക നാണയമാകാത്ത രാജ്യം ഏതാണ്? തന്നിരിക്കുന്നതിനകത്ത് സ്വീഡന്റെ ഔദ്യോഗിക നാണയം അല്ല എന്താ? ഡോളർ. നെക്സ്റ്റ്, ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? മുദ്ര ലോൺ അല്ലെ, മുദ്ര യോജനയാണ്. റിയോ ഒളിമ്പിക്സ് 2016 ആദ്യമായി സ്വർണം നേടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ പെടാത്ത രാജ്യം താഴെ പറയുന്നതിൽ ഏതാണ്? പെടാത്തത് മെക്സിക്കോ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, PSLV 35 റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ആണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്? അൾജീരിയ, കാനഡ, അമേരിക്ക. അൾജീരിയ, കാനഡ, അമേരിക്ക. 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ പറയുന്നതിൽ ഏതാണ്? 8.1% ലക്ഷ്യം വച്ചു, നേടിയെടുത്തത് 7.7%. അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്തിലാണ്? അജന്ത ഗുഹകള് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. ചേർച്ചയില്ലാത്തത് ഏത്? ഭവഭൂതി, മുദ്രാരാക്ഷസം, ഭരതമുനി, നാട്യശാസ്ത്രം, ശക്തിഭദ്രൻ, ആശ്ചര്യ ചൂടാമണി, ഭാസൻ, സ്വപ്നവാസവദത്തം. ഇതില് ചേരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭവഭൂതി, മുദ്രാരാക്ഷസം. മുദ്രാരാക്ഷസം ആരാണ്? വിശാഖദത്തനാണ് അല്ലെ. ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന വർഷം ഏത്? 1969. ലണ്ടനിൽ ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നത് 3 PM ആണെങ്കിൽ ഇന്ത്യയിൽ അപ്പോൾ സമയം, അതായത് നമ്മൾ ഗ്രീൻവിച്ച് സമയം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. 8:30 PM ആണ്. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പത്രം ഏത്? സ്വദേശാഭിമാനി പത്രമാണ്. ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചിട്ടാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27 പോവുകയാണ്. കേരള സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത് എന്നുള്ളതാണ്. 1936 ആണ് അല്ലെ. ദെൻ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെ? യുനെസ്കോയുടെ ആസ്ഥാനം ആണ് പാരീസ്. യുനെസ്കോ പാരീസ്. തെരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ്. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിരയാണ് ഏത്? ആരവല്ലി പർവ്വതനിര.
അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കിയത് ഇവിടെ നിന്നാണ്. എവിടെ നിന്നാണ് പിടിച്ചിറക്കിയത്? ചെങ്കോട്ടയിൽ നിന്നാണ് അല്ലെ. ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനമുള്ളത്. ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനം ഗോദാവരി നദിക്കാണ്. 1947 തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. ഭരണഘടനയുടെ 216 വകുപ്പ് അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഇനം ഏത്? കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഇനം വിദ്യാഭ്യാസം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1917 നടന്നത് ചമ്പാരൻ സമരം അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം. ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് തന്നിരിക്കുന്നതിനകത്ത് ഇ കെ നായനാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആദ്യം നടന്ന സംഭവമാണ് ചോദിച്ചത്. ഈഴവ മെമ്മോറിയൽ തന്നിരിക്കുന്നു, അതുപോലെ മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, മലബാർ കലാപം. ഈ 4 സംഭവങ്ങളിൽ ആദ്യം നടന്നത് ഏതെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. മലയാളി മെമ്മോറിയൽ ആണ്. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം ഏതാ? അഫ്ഗാനിസ്ഥാനാണ് അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത് പ്രസിഡന്റ് ആയിരുന്നു? ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റ് ആയിരുന്നു. നെക്സ്റ്റ്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം PSC ക്വസ്റ്റ്യൻ റദ്ദാക്കിയിരുന്നു കേട്ടോ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാ? സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ഏതാ? സിംഹവാലൻ കുരങ്ങ്. നെക്സ്റ്റ്, ദ്വിതീയ വർണ്ണമാണ് പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. ദ്വിതീയ വർണ്ണം തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? മഞ്ഞയാണ്. നെക്സ്റ്റ്, മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്ന 1/16 സെക്കൻഡ് ആണ്. ബോക്സൈറ്റ് ഡാഷിന്റെ അയിരാണ്. ബോക്സൈറ്റ് എന്തിന്റെയാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? കോൺവെക്സ് ദർപ്പണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മലബാറി, വെച്ചൂറ്, ചെറുവള്ളി, സുനന്ദിനി. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അതിൽ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ഏതാണ്? മലബാറി. ബാക്കിയെല്ലാം പശുക്കളാണ്. ജലത്തിന്റെ pH മൂല്യം ഡാഷ് ആണ്. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഡാഷ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് തന്നിരിക്കുന്നതിനകത്ത് LPG, ബയോഗ്യാസ്, CNG, LNG. ഇതിനകത്ത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഏതാണ്? ബയോഗ്യാസ് ആണ് അല്ലെ. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം ഡാഷിനെ സൂചിപ്പിക്കുന്നു. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? കൂടിയ വിഷാംശത്തെ സൂചിപ്പിക്കുന്നു. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എഥിലിൻ എന്ന ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്. ദെൻ ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയമാണ് 27 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരകോശങ്ങൾക്ക് കേടുണ്ടാക്കാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആന്റിസെപ്റ്റിക്കുകൾ. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങൾ എന്താണ്? ആന്റിസെപ്റ്റിക്കുകളാണ്. താഴെ പറയുന്നവയിൽ കൊതുക് ജന്യമല്ലാത്തത് ഏത്? മലമ്പനി, മന്ത്, ടൈഫോയിഡ്, ഡെങ്കിപ്പനി. ടൈഫോയിഡ് ആണ് കൊതുക് ജന്യമല്ലാത്തത്, കൊതുക് ഉണ്ടാക്കാത്തത്. നെക്സ്റ്റ്, നീറ്റ് കക്കയുടെ രാസനാമം ഏതാ? നീറ്റ് കക്കയുടെ രാസനാമം തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആയിട്ടില്ല. PSC എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ PSCയുടെ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് എന്ത് വിളിക്കുക? ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ. ഓക്കെ, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ഏത്? ന്യൂറോൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗാഠത കൂടിയ ഭാഗത്ത് നിന്നും ഗാഠത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനത്തെ വിളിക്കുന്നതാണ് അന്തർവ്യാപനം. അടുത്ത ക്വസ്റ്റ്യൻ, മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. നമ്മൾ ഫോർമാലിൻ എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 1, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ പ്രധാന ഉള്ളടക്കങ്ങൾ ഏവ?
ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. കുറഞ്ഞ വേതനത്തിനും ഉയർന്ന വേതനത്തിനും പരിധിയില്ല. സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ചാണ് ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. 3 പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാം ട്രസ്റ്റിഷിപ്പിന്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല. അതുപോലെ തന്നെ സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ചാണ് ഉൽപാദനത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതായത് 1ഉം 3ഉമാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി നോക്കിയേ, 1ഉം 3ഉം മാത്രമാണ് ശരി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിയായി ചേരുംപടി ചേർത്തവ കണ്ടെത്തുക. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം, രമേശ് ചന്ദ്രദത്ത് സാമ്പത്തിക ശാസ്ത്രകാരൻ, ചാണക്യൻ മഗധ, അമർത്യ സെൻ നൊബേൽ സമ്മാനം. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. അപ്പൊ ഇതിന് ഉത്തരം എന്താണ്? ഇതിന്റെ ശരിയായ ജോഡിയാണ് എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. BCE 2700 മുതൽ BCE 1500 വരെയാണ് ഹാരപ്പൻ സംസ്കാര കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയറാം സാഹിനിയായിരുന്നു. 1921 സൺ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു. ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്കറിയാം ഈ ജോൺ മാർഷൽ എന്തായിരുന്നു? അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു 1921 നമുക്കറിയാം. അതുപോലെ തന്നെ ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ദയറാം സാഹിനിയാണ്. ഓപ്ഷൻ സി നോക്കിയേ, 2ഉം 3ഉം മാത്രമാണ് ശരി എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ നമ്മുടെ ആൻസർ അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹാരപ്പ മെസൊപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടന്നതിനുള്ള തെളിവുകളാണ് മെസൊപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിലെ മെലൂഹ എന്ന പ്രദേശ പരാമർശം, ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസൊപ്പൊട്ടോമിയൻ മുദ്രകൾ, വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങൾ കണ്ടെത്തിയത്. ഇതിനകത്ത് പ്രസ്താവന 3 വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങൾ കണ്ടെടുത്തത് ഒഴികെ ബാക്കി 2 അതായത് മെസൊപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിലെ മെലൂഹ എന്ന പ്രദേശ പരാമർശവും ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസൊപ്പൊട്ടോമിയൻ മുദ്രകൾ, ഇത് 2ഉമാണ് ശരിയായ ഉത്തരം. അപ്പൊ അങ്ങനെ വരുമ്പോ ഓപ്ഷൻ ബി പ്രസ്താവന 3 ഒഴികെ 2ഉം ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ്, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ക്യൂണിഫോം, വിശുദ്ധ ലിഖിതം, ഹൈറോഗ്ലിഫിക്, ശില്പവൈദഗ്ധ്യം, സ്വിങ്സ്, റൊസറ്റ, സിഗാറത്തുകൾ, ആരാധനാലയം. അപ്പൊ ഇതിനകത്ത് ശരിയാണ്, ചേരുംപടി ചേർത്തോ പരിശോധിക്കാനാണ് പറഞ്ഞത്. ഇതിനകത്ത് എന്താണ്? സിഗാറത്തുകൾ എന്ന് പറയുന്നത് ആരാധനാലയമാണ്. ഇത് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. പന്തി ഭോജനം സംഘടിപ്പിച്ച് അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. പന്തിഭോജനം ആദ്യമായിട്ട് സംഘടിപ്പിച്ച അദ്ദേഹം അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ചു. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അങ്ങനെ പറഞ്ഞത്. ഗാന്ധിജി കൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകാനിടയായ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലാണ്. ചേരുംപടി ചേർത്തോ പരിശോധിക്കുക. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ, ദണ്ഡിയാത്ര സി കൃഷ്ണൻ നായർ, ക്വിറ്റ് ഇന്ത്യ സമരം ആസിഫ്, അരുണ ആസിഫ് അലി, അലി സഹോദരന്മാരിൽ ഒരാൾ മുഹമ്മദ് അലി ജിന്ന. അപ്പൊ നമുക്കറിയാം ഇതില് 1ഉം 2ഉം 3ഉം ശരിയാണ്, 4മത്തെ എന്താണ്? തെറ്റാണ് അല്ലെ. ഇത് മാത്രമാണ് ഇതിനകത്തെ തെറ്റ്. അപ്പൊ ഓപ്ഷൻ നോക്കിയേ, 1, 2, 3 ശരി, 1, 2, 3 ശരിയായി ചേർത്തിരിക്കുന്നു. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം ഏതാണ്? ബി ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്? ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കാനായിട്ട് അതിനകത്ത് പറഞ്ഞിരുന്നില്ല. നെക്സ്റ്റ്, ഇന്ത്യ PSLV 51 ഉപയോഗിച്ച് ഇന്ത്യ PSLV 51 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ ഏത് രാജ്യത്തിൻ്റെതാണ് അല്ലെ? നമുക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടും. ഏതാണ്? ബ്രസീലിന്റെയാണ്. സൂര്യനേക്കാൾ ചൂട് കൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട 8 നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായുള്ള NCRAയിലെ സംഘത്തലവൻ ആര് എന്നുള്ളതാണ്? ബർണാലി ദാസ. മഹാനദി കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? മഹാനദി കടന്നുപോകുന്ന സംസ്ഥാനങ്ങളാണ് ഏതാ?
നമ്മുടെ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഒറീസ അല്ലെ, ഛത്തീസ്ഗഡ് ഒറീസയിലൂടെയാണ് മഹാനദി കടന്നു പോകുന്നത്. നവീന ശിലായുഗത്തിന്റെ സവിശേഷതകളാണ് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ. ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 ഈ ദിവസം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് നവംബർ 26. പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു? 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നെക്സ്റ്റ്, ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST പ്രാബല്യത്തിൽ വന്നത് 2017 ജൂലൈ 1 മുതൽ. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈന്യത്തലവൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹം CDS ആയി ചുമതല ഏറ്റെടുത്തത് എന്ന് 2020 ജനുവരി 1. നെക്സ്റ്റ്, പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലഖരെ. ഏത് മത്സര ഇനത്തിലാണ് ഇവർ സ്വർണം നേടിയത്? അല്ലെ, നമുക്കറിയാം 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1. നെക്സ്റ്റ്, സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വെയർ ഉണ്ടാക്കുന്ന ലോഹ സങ്കരത്തിന്റെ ഘടക മൂലകം ഇവയിൽ ഏത് എന്നുള്ളതാണ്? ടിന്നാണ്. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഇവയിൽ ഏതാണ്? തന്നിരിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണ്? നീല, വയലറ്റ്, മഞ്ഞ, ചുവപ്പാണ്. അപ്പൊ ചുവപ്പിലാണ് എന്താ തരംഗദൈർഘ്യം കൂടുതലുള്ളത് എന്ന് പറയുന്നത് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കിയേ. കാറ്റിന്റെ വേഗത അളക്കാൻ ഇവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത് അനിമോമീറ്റർ ആണ്. അനിമോമീറ്റർ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ്? വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? ശുക്രനാണ് സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. നെക്സ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാന തത്വം എന്താണ്? എന്താണ് ഇതിന്റെ അടിസ്ഥാന തത്വം? പാസ്കൽ നിയമം ആണ്. നെക്സ്റ്റ്, ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ ആണ്. 2 ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയുടെ ഡാഷ് തുല്യമാണ്. അവയുടെ എന്ത് തുല്യമാണ്? അവയുടെ വ്യാപ്തം തുല്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏതാണ്? തന്നിരിക്കുന്നത് പ്രവൃത്തി, ആക്കം, ഊർജം, പവർ ആണ്. അപ്പൊ ഇതിനകത്ത് സദിശ അളവ് ഏതാണ്? പവർ ആണ് സദിശ അളവ്. താഴെ പറയുന്നവയിൽ സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിനകത്ത് സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതാണ്? സിഡറൈറ്റ് ആണ് അല്ലെ. തന്നിരിക്കുന്നതിൽ സിങ്കിന്റെ അയിരല്ലാത്തത് സിഡറൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ് അല്ലെ. ലിൻറ്റെയിൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ലിൻറ്റെയിൻ അല്ലെങ്കിൽ 666 എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ലായനിയിലാണ് സോഡിയം അമാൽഗം പെടുന്നത്. ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും ഹൈഡ്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം, അതായത് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം പ്രവചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മഗ്നീഷ്യവും എന്തോ തന്നിരിക്കുന്ന നൈട്രജനുമാണ് അല്ലെ, Mg3N2 എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? തന്നിരിക്കുന്നതിനകത്ത് ലൂയിസ് അമ്ലം BCl3. നെക്സ്റ്റ്, ചുവടെ ചേർത്തിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്? ഏതിലാണ്? ഓപ്ഷൻ എ ആണ്. സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസന്റ് ആയി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം സയനൈഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 36 ആണ്. ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ക്ലിക്ക് രസതന്ത്രം. താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവെർട്ടറിൽ ഉപയോഗിക്കുന്നത്? പലേഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. എന്താണ് ക്യൂണിക്കൾച്ചർ? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത കണ്ടോ? ക്യൂണിക്കൾച്ചർ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടവല്ലേ ഉള്ളൂ. ശാസ്ത്രീയമായിട്ടുള്ള മുയൽ വളർത്തലാണ് എന്താ ക്യൂണിക്കൾച്ചർ. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗം ഏതാ? കോക്ലിയ. നെക്സ്റ്റ്, കിങ്ഡം മുനീറിയുടെ സവിശേഷത എന്താ? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് മൊനീറ അല്ലെ, കിങ്ഡം മൊനീറ.
ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? കാൾ കോറൻസ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ കോറൻസ്. സോറി, ഒരു മിസ്റ്റേക്ക് വന്നിട്ട് കാൾ കോറൻസ് അല്ല ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ്. ആരാണ്? ഗ്രിഗർ മെന്റൽ ആണ്. ഗ്രിഗർ ജൊഹാൻ മെന്റൽ ആണ് കേട്ടോ. സോറി, എനിക്ക് മിസ്റ്റേക്ക് വന്നതാണ്. ഗ്രിഗർ ജൊഹാൻ മെന്റൽ. ദെൻ നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി ഏതാ? റൈബോസോം മാംസനിർമ്മാണ കേന്ദ്രം, ലൈസോസോം കോശവിഭജനത്തിന് സഹായിക്കുന്നു, മൈറ്റോകോൺട്രിയൻ കോശത്തിലെ ഊർജ്ജ നിർമ്മാണവും സംഭരണവും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹന പാത. അപ്പൊ ലൈസോസോം എന്താണ്? ഇത് കോശവിഭജനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ് തെറ്റായ ജോഡി. ദെൻ നെക്സ്റ്റ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത് ആര്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, സ്റ്റീഫൻ ഹോക്കിംഗ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 45 ആണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഗഗൻയാൻ. അടുത്ത നമ്മള് 044/2020 കാറ്റഗറി കോഡ് അതാണ് കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? നോക്കുവിദ്യ പാവക്കളി അല്ലെ? നോക്കുവിദ്യ പാവക്കളി ഇതൊന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് എന്ന്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് ശ്രദ്ധിച്ചു കാണുന്നു വിചാരിക്കുന്നു. 2017 ജൂലൈ 1. തിഹാർ ജയിൽ എവിടെയാണ്? തിഹാർ ജയില് ന്യൂഡൽഹിയിലാണ് അല്ലെ? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? പോക്സോ എന്ന് അറിയപ്പെടുന്നു. 2019 പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? പുത്തുമല ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവരസാങ്കേതിക വിദ്യാ പഠനവും വ്യാപിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര് എന്ത്? കൈറ്റ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടാണ്? തിരുത്താണിയിലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് എന്ന്. 2019 ഒക്ടോബർ 31. 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആര്? ഓസ്ട്രേലിയ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? സുരക്ഷാ ഫ്യൂസ്. നെക്സ്റ്റ്, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏത്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് കുളോം. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ആണ് ആംപയറേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഗാൽവനോ മീറ്റർ. താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്ന് പറയുന്നത് വജ്രം ആണ്. നെക്സ്റ്റ്, ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.6% ആണ്. 48.6 ഡിഗ്രി ആണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അന്തരീക്ഷ അപവർത്തനം. താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ്? ക്ഷമത കൂടിയ ഇന്ധനം ഹൈഡ്രജൻ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാ? ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം. ദെൻ നെക്സ്റ്റ്, നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? 50 ഹെർട്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാറ്റത്തിന്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഓപ്ഷനിൽ നിന്ന് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏതാണ്? സംക്രമണ മൂലകമാണ് ഏത്? മാംഗനീസ്. ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം. നെക്സ്റ്റ്, സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്?
സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ആണ് കോപ്പർ. അടുത്തത് ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഠത കൂടിയ രൂപം ആണ്? സൾഫ്യൂരിക് ആസിഡ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ നിങ്ങൾക്കറിയാം സിങ്കിന്റെ അയിരാണ്. അടുത്തത് താഴെ കൊടുക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടക്കുന്നത്? ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്ന CnH2n+2 ആണ്. സോറി, ഒരു മിസ്റ്റേക്ക് വന്നു കേട്ടോ, ഞാൻ അവിടെ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. താഴെ കൊടുത്തുള്ള ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ബോക്സൈറ്റ് ആണ് കേട്ടോ. ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത് ബോക്സൈറ്റ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. ആൽക്കനീലുകളുടെ പൊതുവാക്യം എന്താണ്? ആൽക്കനീലുകളുടെ പൊതുവാക്യം എന്ന് പറയുന്നത് CnH2n. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോള്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ആണ് അൽനിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺകോശങ്ങൾ, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? റെറ്റിനയിലാണ് എന്താ കോൺ കോശങ്ങൾ അതുപോലെ തന്നെ റോഡ് കോശങ്ങൾ കാണപ്പെടുന്നത്. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹക ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ലിഗേസ്, പ്ലാസ്മിഡ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഇൻസുലിൻ. താഴെ തന്നിരിക്കുന്നതിനകത്ത് പ്ലാസ്മിഡ് ആണ്. നെക്സ്റ്റ്, പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിന്റെ പേര് ഏതാ? പാൻസ്പെർമിയ സിദ്ധാന്തം. നെക്സ്റ്റ്, ആർഡിപിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ആഫ്രിക്ക. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡിവ്രസ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? വൈറസ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ആണ് ഫാറ്റി ലിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത്? തന്നിരിക്കുന്നതിനകത്ത് നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ബ്ലൈറ്റ് രോഗം. നമ്മൾ പറയുന്നത് എന്താണ്? പാടി ബ്ലൈറ്റ് രോഗം. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കേരളൻ എന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ തൂലികാനാമമാണ്. എന്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? ആറ്റിങ്ങൽ കലാപം. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂറിന്റെ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളിൽ നിന്ന് ക്വസ്റ്റ്യൻ നല്ല രീതിയിലുണ്ട്. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായ വ്യക്തിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാര്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഡോക്ടർ പൽപ്പു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രായോക്താവ് ആര്? ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രായോക്താവ് ആരാണ്? TK മാധവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആയിരുന്നു K. കേളപ്പൻ. നെക്സ്റ്റ്,
കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? കൊടുങ്കാറ്റിന്റെ മാറ്റൊലി AK ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയാര്? പണ്ഡിറ്റ് കറുപ്പൻ. തിരുവിതാംകൂറിലെ ധീര ദേശാഭിമാനിയായിരുന്ന വേലിത്തമ്പിദളവയുടെ ജനന സ്ഥലം ഏതാ? തലക്കുളം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. കുറിച്യ കലാപം നടന്ന വർഷം ഏത്? കുറിച്യ കലാപം നടന്നത് 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യർ. കാറ്റഗറി നമ്പർ 45/2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏതാ? പഴശ്ശി വിപ്ലവം, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ കലാപം, കുറിച്യർ കലാപം. തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം വഹിച്ചവരെ കുറിച്ചുമുള്ള പട്ടികയാണ് ഉചിതമായി യോജിച്ചത് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹം, ചട്ടമ്പി സ്വാമികൾ, മിശ്രഭോജനം, ശ്രീനാരായണ ഗുരു, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പന്മന ആശ്രമം KP കേശവ മേനോൻ, പിന്നെ സഹോദരൻ അയ്യപ്പനാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം ഏതാണ്? KP കേശവ മേനോൻ. അതുപോലെ തന്നെ മിശ്രഭോജനം വരുന്നത് ശ്രീനാരായണ ഗുരു ഉണ്ട് അല്ലെ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ വരുന്നു. പിന്നെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി, പന്മന ആശ്രമം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളാ. അപ്പം ഓപ്ഷൻ സി നോക്കിയേ. 1-8. 1 വൈക്കം സത്യാഗ്രഹം KP കേശവ മേനോൻ, 2-9 മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി, പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികൾ. അടുത്തത് VT ഭട്ടവരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. കണ്ണീരിങ്കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവാണ് അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിക്കുകയുണ്ടായി. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നുള്ള പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടതാണ് അദ്ദേഹം. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപവുമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നു. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തന വിധേയമാക്കപ്പെട്ടു. 1921-22 വർഷങ്ങളിൽ നടന്നു. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും മലബാർ കലാപവുമായിട്ട് ശരിയായ പ്രസ്താവനകളാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. 1885. INC-യുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം എഴുതാൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, അതുപോലെ തന്നെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷന്റെ വരവ്. ഇത് 1, 2, 3, 4 ഈ തന്നിരിക്കുന്ന ഓർഡർ വളരെ കറക്റ്റ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയാണ്? ISRO ഒക്കെ ബാംഗ്ലൂരാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് അല്ലെ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ്. അതുപോലെ തന്നെ BC 1000 രൂപം കൊണ്ടതായിട്ട് പറയപ്പെടുന്നു. പ്രധാന പട്ടണമാണ് ഉർ. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ടാമത്തെ പ്രസ്താവന, അതായത് BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. മോഹൻജൊദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദിയുടെ കേന്ദ്ര പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മോഹൻജൊദാരോയും ഹാരപ്പയും എവിടെയാണ്? പാകിസ്ഥാനാണ് കേട്ടോ, ഇന്ത്യയിലല്ല. ഇത് രണ്ടും എവിടാണ്? ഈ രണ്ട് സ്ഥലങ്ങളും വന്നിരിക്കുന്നത് നമ്മുടെ പാകിസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആരെ എന്നുള്ളതാണ്. ഇതിനകത്ത് പെടാത്തത് ആരാണ്? മരിയ റസയാണ് പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്താനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്.
3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു. സംഘടനാ ചുമതല CBSEക്ക്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകരമാവും. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ചുള്ള ശരിയാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ്. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മിസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. റേഡിയോ തരംഗങ്ങളെ മിസോസ്ഫിയർ പ്രതിഫലിക്കുന്നു. 4ാമത്തെ തെറ്റാണ്. അതുകൊണ്ട് ഉത്തരം വരുന്നത് ഏതൊക്കെയാണ്? 1, 2, 3 എന്നിവയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ 1, 2, 3 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസിയാണ് ഏത്? രാഷ്ട്രം. 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചത് രൂപീകരിച്ച ബാങ്കാണ് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുന്നു. പ്രസ്താവന ശരിയാണ്. ജനപ്രതിനിധി സഭ എന്നല്ല അതറിയപ്പെടുന്നത്. സോ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിൽ അധ്യക്ഷം വഹിക്കുന്നത്. പ്രസ്താവന ശരിയാണ്. 5 വർഷമാണ് കാലാവധി. അവ തെറ്റാണ്. നിങ്ങൾക്കറിയാം കാലാവധി എത്രയാണ്? 6 വർഷമാണ് കാലാവധി. സോ ബി ആണ് ഇത് നമ്മുടെ ഇവിടെ ഉത്തരം. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ, ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു 2022 ആണ് അല്ലെ. റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പൊ നിങ്ങൾ അതൊക്കെ എപ്പോഴും നോട്ട് ചെയ്തോണം കേട്ടോ. ഈ വർഷം പഠിക്കുക. ഓരോ തവണത്തെയും ഏത് വർഷമൊക്കെ എക്സാം എഴുതുന്നോ കറക്റ്റ് ആയിട്ട് അവർക്ക് ഒന്ന് നോക്കിപ്പോണം. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായി ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷക പേടകം ഏത് എന്നുള്ളതാണ്. നാസയുടെ ഏതാണ്? പേഴ്സീവറൻസ് എന്നുള്ളതാണ് നാസയുടേത്. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്. എത്ര ഡെസിബലിൽ കൂടുതലാണ്? 120 ഡെസിബലിൽ കൂടുതലാണ്. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഘർഷണബലം കുറയ്ക്കാനാണ്. കൂട്ടത്തിൽ പെടാത്തത് സ്ഥാനാന്തരം, ത്വരണം, വേഗം, പ്രവേഗം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വേഗം ആണ്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് വശകത. ഓക്കെ, ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ വിളിക്കുന്നതാണ് വശകത. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം ഏത്? ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം ഏതാണ്? കറുപ്പ് നിറമാണ്. ദെൻ ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിന് 8 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിന് അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്ന് 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നുവെങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർധനം എത്രയായിരിക്കും? ആ പ്രതിബിംബത്തിന്റെ ആവർധനം എന്ന് പറയുന്നത് 2 ആയിരിക്കും. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ഗ്ലിസറിൻ ആണ് കേട്ടോ. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏത്? കേരളത്തിലെ തെർമൽ പവർ സ്റ്റേഷൻ എവിടാണ്? കായംകുളം ആണ്. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ GJ367b ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയിൽ നിന്നും 31 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ്, 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്രയാണ്? 20. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോഡേറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നേർ അനുപാതം. നെക്സ്റ്റ്, മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മാലക്കൈറ്റ് കോപ്പറിന്റെ അയിരാണ്. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആണ് കേട്ടോ.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33 ആണ്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷ്യസ് ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാ വരുന്നത്? ഓപ്ഷൻ ബി Mg2+Na എന്നുള്ളതാണ്. അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? കാറ്റയോണിന്റെ വലിപ്പം കുറയുക. ദെൻ നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? തന്നിരിക്കുന്നതിൽ അമ്ലശക്തി ഏറ്റവും കുറവ് ആർക്കാണ്? CH4 ആണ്. ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? 2019. 2021 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ബെഞ്ചമിൻ ലെസ്റ്റും ഡേവിഡ് മക്മില്ലൻ. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിൽ ഇരുണ്ട ഘട്ടം നടക്കുന്ന ഗ്രാനയിലാണ്. അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ സൈലത്തിലൂടെ സഞ്ചരിച്ച സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജീവികളെ 5 കിങ്ഡങ്ങളായിട്ട് വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് എച്ച് വിറ്റാഗർ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ ജലത്തിന്റെ പുനരാകീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ADH. ദെൻ എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് നാഷണൽ പാർക്കാണ്. ദെൻ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ സസ്യകല. ഇതൊക്കെ ഏതാണ്? കോളൻ കൈമയാണ്. കോളൻ കൈമ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഒമിക്രോൺ ഏതാണ്? ബി അല്ലെ? ഓപ്ഷൻ സി ആണ് കേട്ടോ. B11529. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ്? സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് റേച്ചൽ കാഴ്സൺ. നെക്സ്റ്റ്, കാറ്റഗറി നമ്പർ 042/42/2022 ആണ് കേട്ടോ നമ്മുടെ കാറ്റഗറി കോഡ്. പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നുള്ളത് എന്താണ്? പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയല്ല. കേരള സിംഹം എന്നാണ് അറിയപ്പെട്ടത്. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണ് ഉചിതമായത് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം KP കേശവമേനോൻ, വൈക്കം സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ, ചെമ്പഴന്തി ആശ്രമം അയ്യങ്കാളി, ചാന്നാർ ലഹള, സഹോദരൻ അയ്യപ്പൻ, പിന്നെ ശ്രീനാരായണ ഗുരുവാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ബന്ധപ്പെട്ടിരിക്കുന്നത് മന്നത്ത് പത്മനാഭൻ ആണ് അല്ലെ. പിന്നെ വൈക്കം സത്യാഗ്രഹം ഏതാ വരുന്നത്? KP കേശവമേനോൻ. ചെമ്പഴന്തി ആശ്രമം ഏതാണ്? ശ്രീനാരായണ ഗുരു. ചാന്നാർ ലഹള ഏതുമായിട്ടാ വന്നിരിക്കുന്നത്? ചാന്നാർ ലഹള നമുക്ക് വരുന്നത് അയ്യങ്കാളി അല്ലെ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ നോക്കിയേ, ബി എടുത്തേ. 1-6 ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ. ദെൻ വൈക്കം സത്യാഗ്രഹം 2-5 ആരാ? KP കേശവമേനോൻ. ദെൻ 3-9 ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു. 4 ചാന്നാർ ലഹള അയ്യങ്കാളി. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ പറ്റി ശരിയല്ല. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. ഓപ്ഷൻ സി ആണ് ഇവിടെ എന്ത് വരുന്നത്? നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. കെ കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇതില് 1 കെ കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോ ഓപ്ഷൻ എ നോക്കിയേ. 1, 2, 3,
പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ് അല്ലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിനകത്ത് നമുക്കറിയാം ആദ്യം ബംഗാൾ ഗസറ്റ് ആണ്, പിന്നെ വരുന്നത് ജാലിയൻ വാലാബാഗ്, ദെൻ ചൗരി ചൗര, ദെൻ ഉപ്പ് സത്യാഗ്രഹം. അത് കഴിഞ്ഞാണ് എന്ത് വരുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ 4, 1, 2, 3, 5 എന്നുള്ള ഓർഡറിൽ വരും. സോ ഓപ്ഷൻ ഡി ആണ് അങ്ങനെ വന്നിരിക്കുന്ന 4, 1, 2, 3, 5. നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാ? പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മ സമാജം അല്ലെ. ഇതിൽ ഹിന്ദു സമാജമാണ്. താഴെ തന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഓറഞ്ച് വിപ്ലവമാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ വിക്രം സാരാഭായി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. നൈൽ നദീതടങ്ങളിലാണ് വികസിച്ചത്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദാറിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏതാണ്? ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരാണെന്താ? സിന്ധു നദീതട സംസ്കാരം. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ജനസംഖ്യാ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റ് അല്ലെ, പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റ്, ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നത്. 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടപ്പാക്കാറുള്ളത്. പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 2021 നടന്ന പിസ പരീക്ഷയിൽ കേരളം അടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന പ്രസ്താവനകൾക്കകത്ത് ഏതൊക്കെ? 1, 2, 3 പ്രസ്താവന ശരിയായതാണ് അല്ലെ. അപ്പം അതുകൊണ്ട് 1, 2, 3 പ്രസ്താവനകൾ ശരി എന്നുള്ള ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്ക് പോകാം. ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസാക്കി. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. ഇതിനകത്ത് 1, 2, 3 അല്ലെ, ഇത് 3ഉം കറക്റ്റ് ആയിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ആരാണ്? ബ്രഹ്മപുത്രയാണ് ഉപദ്വീപീയ നദിയിൽ പെടാത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നെക്സ്റ്റ്, സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത് അല്ലെ. അത് നമുക്കറിയാവുന്നതാണ്. പോലീസ്, കോടതി, ജയില്, അത് കറക്റ്റ് ആണ്. ദെൻ കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിന്റെ പ്രധാന മാർഗങ്ങൾ. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിലെ ലംഘനം ശിക്ഷാർഹമാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ 1, 4 ശരിയാണ്. സോ അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 1, 4 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് എന്നുള്ളതാണ്. ഏതാണ്? സ്റ്റെല്ലേറിയം. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന
സ്ഥാപനം ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അല്ലെ. നമ്മൾ കൈറ്റ് എന്ന് പറയും. കൈറ്റിനെ കുറിച്ച് രൂപം കണ്ടു ക്വസ്റ്റ്യൻ. ആരോഗ്യം, ഊർജ്ജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്ത് രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഏത്? ഫുഗാക്കു. ദെൻ വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് കുളോം. നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൽ സ്ഥാനാന്തരമായ സമയഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെ എത്തിച്ച ബഹിരാകാശ പേടകമാണ് വോസ്റ്റോക്ക് 1. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. അതിന്റെ കാരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കടൽ വെള്ളത്തിന്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് ഉത്തരം. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? വേഗതയ്ക്കും തരംഗ ദൈർഘ്യത്തിനുമാണ് മാറ്റം സംഭവിക്കുന്നത്. ദെൻ ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തെരഞ്ഞെടുക്കുക. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറന്റ് എന്താണ്? തുല്യമാണ് എന്നുള്ളതാണ് ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ദെൻ ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതും ശരിയാണ്. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കുറയുന്നു എന്നുള്ളത് തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ അല്ലെ? ഏതൊക്കെയാണ്? ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ ഉണ്ട്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്നതാണ് ഹീറ്ററും ഓവനും. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. പ്രളയ്. അടുത്തത്. ഇന്ത്യ ബെയ്റ്റ്സ് ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലെ. അടുത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിന്റെ സവിശേഷതകൾ ഏതെല്ലാം? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ്. പദാർത്ഥ ഘടികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഇപ്പൊ കൊളോയിഡിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിന്റെ പാത എന്താണ്? ദൃശ്യമാണ്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത്. ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതില് ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. HCl, H+Cl, then H2CO3, 2H+CO3, H2SO4, H+HSO4, H3PO4, 3H+P34 അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് എല്ലാം എന്താണ്? ഈ 4 എണ്ണവും എന്താണ്? ശരിയായിട്ടുള്ളത് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജവും കുറയുന്നു. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ദെൻ അടുത്തത്. 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. 10 × 6.022 × 10⁻23 എന്നുള്ളതാണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ഉരുക്കി വേർതിരിക്കലല്ല, കാൽസിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തും വരുന്നുണ്ട്? ലീച്ചിങ് അല്ല, റോസ്റ്റിംഗ് ആണ് കേട്ടോ. സോ ഓപ്ഷൻ എത്രയാണ്? സി ആണ്. ഓൺലി 2 and 4. അടുത്തത്. Ag, 3Bg, 2Cg പ്ലസ് താപം. ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാനായിട്ട് സഹായിക്കുന്നത്? സിയുടെ ഗാഢത വർദ്ധിക്കുന്നു, താപനില വർദ്ധിക്കുന്നു, മർദ്ദം വർദ്ധിപ്പിക്കുന്നു, എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. ഓൺലി 3 and 4 എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ എ ഓൺലി 3 and 4.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 35 ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം? ഓപ്ഷൻ 1 എത്രയാണ്? CH3, CH2OH, ഇത് ഫങ്ഷണൽ ഐസോമർ ആണ്. ദെൻ അതുപോലെ തന്നെ CH3O, CH3, ഇതും എന്താണ്? ഫങ്ഷണൽ ഐസോമർ ആണ്. സോ ഓൺലി 1 and 3 അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൺലി 1 and 3. താഴെ കൊടുത്തിരിക്കുന്നതിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്യൂമിൻ അല്ല, ഫ്യൂളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ, ഇതെന്താണ്? കാർബണിന്റെ രൂപാന്തരങ്ങളാണ് അല്ലെ. അപ്പം 2, 3, 4 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. UN ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ഇയറോ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2019 ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ്. ഓക്കെ, തിയോഡർ ഷാൻ കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. റുഡോൾഫ് വിർഷോ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം. റോബർട്ട് വൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുള്ളൂ. MJ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചുവടെ കൊടുത്തിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ MJ സ്ലീഡൻ എന്താണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 39. പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് താഴെ കൊടുത്തിരിക്കുന്നു. അപ്പം ഈ ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് അതിൽ നിന്നും പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ആഹാര സ്വീകരണം, പിന്നെ ദഹനം നടക്കുന്നു, അത് കഴിഞ്ഞ് ആഗീരണം, പിന്നെയാണ് സ്വാംശീകരണം, ദെൻ വിസർജനം. പിന്നെ നമ്മളിത് കറക്റ്റ് ആണല്ലോ, ബാക്കി നോക്കേണ്ട കാര്യമേ ഇല്ല. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ നമുക്കറിയാം അടക്കാണ് അല്ലെ. വിറ്റാമിൻ A, D, E, K, ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിന്റെ കേന്ദ്രം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഏതാ വരുന്നത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നതാണ് സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത്. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏതാ? സിക്കിൾ സെൽ അനീമിയ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏത്? അന്നജത്തിന്റെ വിഘടനം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനം, ജലത്തിന്റെ വിഘടനം, ATPയുടെ വിഘടനം. ജലത്തിന്റെ വിഘടനം സെയിം ക്വസ്റ്റ്യൻ നമ്മൾ വേറെ രൂപത്തിൽ ചോദിച്ച് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അടുത്തത്, ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ്? ഡേവിഡ് ജൂലിയസ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ആണ് ഏത്? ജൈവ വൈവിധ്യ ഉദ്യാനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നത്? റോമ നഗരം സ്ഥിതി ചെയ്യുന്നത് ടൈബർ നദിയുടെ തീരത്താണ്. ഓക്കെ, ടൈബർ നദി. ഇവിടെ എന്തോ നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. ടൈബർ നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്ന നമ്മുടെ റോമ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. പട്ടണം ഉത്ഖനനം നടക്കുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിലാണ് എന്താ പട്ടണം ഉത്ഖനനം നടക്കുന്നത്. സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏത്? സിമ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കടൽത്തറയാണ് കേട്ടോ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആര്? ആനന്ദ മഹാസഭയുടെ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഏതിന് പകരമുള്ള പുതിയ സംവിധാനമാണ് 2015 നിലവിൽ വന്ന നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്താ സ്വദേശാഭിമാനി പത്രം ആവിഷ്കരിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി.
ഡയറ്റ് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? ഡയറ്റ് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? ജപ്പാന്റെ പാർലമെന്റ് ആണ് ഏത്? ഡയറ്റ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ഷോളയാർ ജലവൈദ്യുത പദ്ധതി, സോറി ജില്ലയല്ല, നദിയാണ് ചോദിച്ചത്. ജില്ല ചോദിച്ചാൽ തൃശ്ശൂരും, നദി ചോദിച്ചാൽ ഏതാണ്? ചാലക്കുടി പുഴ. ഹാരിഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ്, ആങ്സ്ട്രം മെഷർ എന്നത് താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PSC ഇതിന്റെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏത്? പോസിറ്റീവ് ചാർജ് ഉള്ളത് ആൽഫ കണത്തിനാണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമർ ആണ് കേട്ടോ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമർ. നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം ഏത്? നീലയും പച്ചയും കൂടി കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന നിറമാണ് സയൻ. എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാ കവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ലെഡ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായിട്ട് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മോണോസൈറ്റ് നിങ്ങൾക്കറിയാം ഏതിന്റെ അയിരാണ്? തോറിയത്തിന്റെ അയിരാണ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓർഗാനോക്ലോറിൻ എന്ന വിഭാഗത്തിൽ പെടുന്നു. സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനിലയാണ് -40°. ഓക്കെ, -40°. കടൽ വെള്ളത്തിന്റെ pH മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്. PSCയുടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ് കേട്ടോ. ദെൻ ലോഹദ്യുതിയുള്ള അലോഹം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലോഹദ്യുതിയുള്ള അലോഹമാണ് അയഡിൻ. ഓക്കെ, അയഡിൻ. അടുത്തത്, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. ഓക്കെ, ക്രൂക്സ് ഗ്ലാസ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. അടുത്തത്, കാന്തശക്തിയുടെ യൂണിറ്റ് ആണ് വെബർ. ഓക്കെ, കാന്തശക്തിയുടെ യൂണിറ്റ് വെബർ. വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ആണ് കോൺവെക്സ്. ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി എന്താണ് ചെയ്യുന്നത്? കൂടുവാണോ കുറയുവാണോ? മാറ്റമില്ല. അപ്പോൾ ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? അതിന് മാറ്റമില്ല നിൽക്കും. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്നത് എങ്ങനെയാണ്? ഫെർമി. ഓക്കെ, ഫെർമി. നെക്സ്റ്റ്, ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം ആണ് ബാസിലസ് പോളിമിക്സ്. ധാന്യകം ഏത് രൂപത്തിലാണ് സീവ നാളിയിലൂടെ നീങ്ങുന്നത്? ധാന്യകം നീങ്ങുന്നത് സൂക്രോസ് ആണ് കേട്ടോ, സൂക്രോസ്. 33 ക്വസ്റ്റ്യൻ നമ്പർ 33 PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദെൻ 34, സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? അസ്ഥികൾക്കുണ്ടാവുന്ന ക്യാൻസർ ആണ്. പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്? പ്ലാസ്മയിലെ ജലത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്. ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ക്ലോറോഫിൽ ബി ഇതിനകത്ത് C55, H70, O6, N4 ആൻഡ് Mg എന്നുള്ളതാണ് ക്ലോറോഫിൽ ബി. കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? ടിഷ്യൂ ദ്രവത്തിലൂടെ. PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു? PPLO എന്ന ഏകകോശ ജീവി എന്താണ്? മൈക്കോപ്ലാസ്മയാണ്. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ആണ് എയർസീനിയ പെസ്റ്റിസ്. ഓക്കെ, എയർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? ആൽക്കഹരിത് എന്ന് പറയുന്നത് നമ്മുടെ പാവലിന്റെ ഇനമാണ്.
മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നതിൽ ഏതാണ്? 23.5 ഡിഗ്രി ഉത്തരായന രേഖ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? താഴെ പറയുന്നവയിൽ നമുക്കറിയാം ഏതാണത്? ഓഫ് കോഴ്സ് ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? തമിഴ്നാടാണ് ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. പർവ്വത വിജ്ഞാനത്തെ പറ്റി അറിയാൻ താഴെ പറയുന്നവയിൽ ഏത് പഠനശാഖയാണ് സഹായിക്കുന്നത്? ഏത് പഠനശാഖയാണ്? ഓറോഗ്രഫി. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏതാണ്? പശ്ചിമ ബംഗാളാണ് അല്ലെ. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അത് രേഖീയ മാതൃകയാണ്. മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നു? മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിൽ പെടുന്ന ഒന്നാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം? മാന്റിലും ഭൂവൽക്കവും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്? അത് ശിലാമണ്ഡലമാകുന്നത്. എല്ലാ ശിലകളും താഴെ പറയുന്ന ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? എല്ലാ ശിലകളും രൂപം കൊള്ളുന്നത് ഏതിൽ നിന്നാണ്? ആഗ്നേയ ശിലയിൽ നിന്നാണ്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാവുന്നത്? മഴ, മഞ്ഞ്, കാറ്റൊക്കെ ഉണ്ടാവുന്ന എവിടെയാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാവുന്നത്. ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ലോകമാന്യ തിലകൻ അല്ലെ. ബാലഗംഗാധര തിലകൻ. ബൂർബൺ രാജവംശം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്താണ് അധികാരത്തിൽ ഇരുന്നത്? അല്ലെ. ബൂർബൺ രാജവംശം അധികാരത്തിൽ ഇരുന്നത് എവിടാണ്? ഫ്രാൻസിലാണ് അല്ലെ. ബൂർബൺ രാജവംശം അധികാരത്തിൽ ഇരുന്നത് ഫ്രാൻസിലാണ്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നവയിൽ ആരാണ്? ആൻ ഫ്രാങ്ക്. ഓക്കെ. ദെൻ ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ശാസ്ത്രീയ വീക്ഷണം. 1756 പ്രഷ്യ സാക്ലിനിയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെ പറയുന്നവയിൽ ഏതാണ്? സപ്തവത്സര യുദ്ധം. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണ പരിഷ്കാരം താഴെ പറയുന്നവയിൽ ഏതാണ്? കമ്പോള പരിഷ്കരണം. 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് താഴെ പറയുന്നവയിൽ ആരാണ്? പൃഥ്വിരാജ ചൗഹാൻ. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ഇരുമ്പ് യുഗം. പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ താഴെ പറയുന്നവയിൽ ഏതാണ്? വളഞ്ചിയാറാണ്. കുറിഞ്ചിയും മരുതം മുല്ലയൊക്കെ എന്താണ്? തിണയാണ്. മോഹൻജദാരുവിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവയിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരുടെയാണ്? AD ബാനർജി. സോറി, RD ബാനർജി. AD അല്ല കേട്ടോ, RD ബാനർജി. AD അല്ല, RD ബാനർജി. ക്വസ്റ്റ്യൻ നോക്കുക. സുന്ദർബൻസ് നാഷണൽ, ഇത് 60/2016 ആണ് കാറ്റഗറി നമ്പർ. സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന, സുന്ദർബൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നമുക്കറിയാം എവിടാണ്? പശ്ചിമ ബംഗാളിലാണ് അല്ലെ. ദെൻ നെക്സ്റ്റ് 2018 ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. 2018 ലോകകപ്പ് ഹോക്കിക്ക് വേദിയായത് ഇന്ത്യയാണ്. വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം. അരി, ഗോതമ്പ് എന്നിവ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല എന്ന് പറയുന്ന ഏതാണ്? അത് കണ്ണൂര് ജില്ലയാണ്. പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് മുതിരപ്പുഴ. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്നത് ആണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആണ് ആറ്റിങ്ങൽ കലാപം. ദെൻ നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര് ആയിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആയിരുന്നു. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളെക്കാൾ എന്താണ്? ആകർഷണ ബലം കുറവായിരിക്കും.
സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. ജലം തിളച്ച് നീരാവിയാകുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജലം തിളച്ച് നീരാവിയാകുന്നത് എത്രയാണ്? 373 കെയിൽ ആണ്, കെൽവിൻ ആണ് കേട്ടോ. ദെൻ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകം ആണ് ബ്രോമിൻ. ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ എത്ര ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആധുനിക ആവർത്തന പട്ടികയിൽ 4 ബ്ലോക്കാണുള്ളത്. നിറം ഇല്ലാത്ത ഒരു സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. താഴെ തന്നിരിക്കുന്നതിൽ അലസവാതകം അല്ലാത്തത് ഏതാണ്? ഗാലിയം ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ്. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ക്ലോറൈഡ് തിരിച്ചറിയുന്നത്. 4 അസറ്റമിഡോഫിനോൾ എന്നത് അല്ലെങ്കിൽ 4 അസറ്റമിഡോഫിനോൾ എന്നത് എന്താണ്? പാരാസെറ്റമോൾ ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക വർണ്ണം അല്ലാത്തതാണ് മഞ്ഞ. ഡയോഡിന്റെ ധർമ്മം എന്താണ്? ഡയോഡിന്റെ ധർമ്മം എന്ന് പറയുന്ന റെക്ടിഫിക്കേഷൻ. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി. ക്രാന്തിവൃത്തത്തെ ഡാഷ് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ക്രാന്തിവൃത്തത്തെ എത്രയായിട്ട്? 12 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായിട്ട് ചേർക്കുന്ന പദാർത്ഥമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ആണ് ഹൈഡ്രജൻ. ഒരു ട്രാൻസ്ഫോർമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കേട്ടോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചു വെച്ചേക്കണേ. ദെൻ നെക്സ്റ്റ്, ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലൂമിനിയത്തിലാണ് കേട്ടോ. ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന അലൂമിനിയത്തിൽ. ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത് 20 ഹെർട്സിൽ കുറഞ്ഞ ശബ്ദമാണ്. നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് റീഗൽ. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ജൊഹാൻസൺ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനത്തെ വിളിക്കുന്നതാണ് എന്ത്? ഗട്ടേഷൻ. ഓക്കെ, ഗട്ടേഷൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന രോഗം ആണ് വട്ടച്ചൊറി. നെക്സ്റ്റ്, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. മൈക്കോപ്ലാസ്മ ബാക്ടീരിയ, അമീബ, സയാനോ ബാക്ടീരിയ. ഇതിനകത്ത് നമുക്കറിയാം അമീബയാണ് ഒറ്റപ്പെട്ടത്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ഏത്? ലൈസോസോം. കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന ഒരു സസ്യമാണ് കരിമ്പ്. കരിമ്പ്. ദെൻ നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിന്റെ ഏത് ഭാഗത്താണ്? റെറ്റിനയിലാണ്. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? പ്രായപൂർത്തിയായ മനുഷ്യനിൽ 216 അസ്ഥികളാണ് ഉള്ളത്. 216 അല്ല, 206 ആണ് കേട്ടോ. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 206 ആണ് കേട്ടോ. ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ലക്ഷ്മി പ്ലാനം എവിടെയാണ്? ശുക്രനിലാണ് ലക്ഷ്മി പ്ലാനം. ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണ് എന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ചരിത്രകാരനാണ് മാക്സ് മുള്ളർ. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ആണ് ഏത്? അമേരിക്ക. ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? റിച്ചാർഡ് നിക്സൺ. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. ആഗ്ര പട്ടണം ഏത് സംസ്ഥാനത്താണ്? ആഗ്ര പട്ടണം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ആരാണ്?
ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. അടുത്തത് പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം ആണ് ശുക്രൻ. ഇന്ത്യയുടെ തത്ത എന്ന ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ തത്തയാണ് അമീർ ഖുസ്രു. ശരീരോഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം ആണ് ത്വക്ക് അല്ലെ. ശരീരോഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം ത്വക്ക്. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുഞ്ഞിന് നൽകിയ പേര് ആണ് ആസ്ഥ. ആധുനിക സോഷ്യലിസത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കാറൽ മാക്സ് ആണ് ആധുനിക സോഷ്യലിസത്തിന്റെ പിതാവ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? നമ്മുടെ മഹാത്മാ ഗാന്ധി. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911. പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി ആണ് കൽപ്പന ചൗള. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ദാദാഭായ് നവറോജി. സൂര്യഗ്രഹണം സാധാരണ ഉണ്ടാകുന്നത് ഏത് ദിവസമാണ്? സൂര്യഗ്രഹണം സാധാരണ ഉണ്ടാകുന്നത് ഏതാണ്? പൗർണമി നാളിൽ, ചന്ദ്രഗ്രഹണ വേളയിൽ, അമാവാസി നാളിൽ. ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആയിരുന്നു കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. നെക്സ്റ്റ് കാറ്റഗറി കോഡ് 44/2016 ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിൽ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രമെടുത്തത്? ഏതാണ്? ലൂണ 3. മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ആരുടെയാണ്? അമേരിക്കൻ ഭരണഘടന. വായനാ ദിനം ജൂൺ 19. ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏത്? ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ആർക്കാണ്? ജിറാഫ്. ഇന്ത്യയിലെ അറ്റോർണി ജനറൽ, ഇത് 2016 സമയത്തെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മുഗൾ റോത്താഗി എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശകുന്തള ദേവി. വയനാട്ടിലെ ഗണപതി വട്ടത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് സുൽത്താൻ ബത്തേരി. ദഫ് മുട്ട് ഏത് മതവിഭാഗക്കാരുടെ ഇടയിലെ കലാരൂപമാണ്? മുസ്ലിം. മാർബിളിലെ സ്വപ്നം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്, മാർബിളിലെ സ്വപ്നമാണ് ഏത്? താജ്മഹൽ അല്ലെ. മാർബിളിലെ സ്വപ്നം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് താജ്മഹൽ. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്താണ് പാമ്പാക്കുട. ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ക്വസ്റ്റ്യൻ ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തമ്പി ദുരൈ ആയിരുന്നു അന്നത്തെ ആൻസർ. ഹോക്കി മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്ന ആരാണ്? ധ്യാൻ ചന്ദാണ്. എനിക്ക് ജീവിതത്തിൽ വെറും 3 സാധനങ്ങളെ വേണ്ടൂ. അവ പുസ്തകങ്ങൾ മാത്രം. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ടോൾസ്റ്റോയുടെ വാക്കുകളാണ്. രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? വെള്ളെഴുത്ത. ലോഗരിതത്തിന്റെ പിതാവ് ആര്? ലോഗരിതത്തിന്റെ പിതാവാണ് നേപ്പിയർ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഏത്? ഭൂമിയുടെ ഭ്രമണത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. കൊടിമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ആണ് ഏത്? കാഞ്ചൻജംഗ. നെക്സ്റ്റ്, ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ്, ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു, റേച്ചൽ കാഴ്സൺ. 2014 ആന്ധ്രയുടെയും ഒഡീഷയുടെയും തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഹുദ്ഹുദ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ പേര് ഒരു രാജ്യത്തെ ദേശീയ പക്ഷിയുടെ പേരാണ്. രാജ്യം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹുദ്ഹുദ് ചുഴലിക്കാറ്റ് അല്ലെ, ഇസ്രായേലാണ് കേട്ടോ. മലബാറിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ആണ് മിതവാദി. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം 1913. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മലയാളിയാണ് സർ സി ശങ്കരൻ നായർ. കേരളത്തിലെ ആദ്യത്തെ യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം
മട്ടാഞ്ചേരി. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി. വയനാട് ചുരം ഏത് ജില്ലയിലാണ്? വയനാട് ചുരം ഏത് ജില്ലയിലാണ് വരുന്നത്? വയനാട് ചുരം കോഴിക്കോട് ജില്ലയിലാണ്. പോർട്ടുഗീസ് സ്വാധീനത്തിന്റെ ഫലമായി കേരളത്തിൽ വികസിച്ചു വന്ന കലാരൂപമാണ് ചവിട്ടുനാടകം. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത് എന്തുകൊണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചപ്പോഴാണ് ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തത്? തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി നിലയം ആണ് ഏത്? മൂലമറ്റം. മൂലമറ്റാണ് കേട്ടോ, അതെന്തോ. ഇന്ത്യക്ക് ആരുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ്? മെഗസ്തനീസിന്റെയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് ബേപ്പൂർ മുതൽ തിരൂര് വരെ. ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസൻ. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരായിരുന്നു? ശങ്കരനാരായണൻ പോറ്റി എന്നാണ് എഴുതിയിരിക്കുന്നതിനകത്ത്. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ യവനപ്രിയ എന്ന വാക്ക് ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുരുമുളക്. താഴെ പറയുന്നവരിൽ കേരളത്തിലെ പ്രസിദ്ധമായ മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ള. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളി. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരാണ് കേട്ടോ. 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലമാണ് പൂക്കോട്ടൂര്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1938. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? റോൺചൻ. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമാണ് മെർക്കുറി. ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പച്ച നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നു. ഇതിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് എന്നുള്ളതാണ്. ഇതിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമായിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. കേരളത്തിന്റെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ആണ് തോറിയം. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏത്? ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാ? നമുക്ക് തന്നിരിക്കുന്ന ആരൊക്കെയാണ്? ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ആണ് ഇതില് ഹീലിയം. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2881 പീരിയോഡിക് ടേബിളിൽ ഈ മൂലകത്തിന്റെ സ്ഥാനം ഏതാ എന്നുള്ളതാണ് 4ാം പീരിയഡ് 1ാം ഗ്രൂപ്പ്. ഒരു മലയുടെ താഴ്വാരത്തിന് ഒരാൾ കൈകൊട്ടുന്നു. 4 സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദം അയാൾ വീണ്ടും കേൾക്കുന്നു. സെക്കൻഡിൽ 340 മീറ്റർ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയായിരിക്കും? 680 മീറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏത്? ക്രബ്സ് പരിവൃത്തി. മനുഷ്യഹൃദയത്തിൽ ഏതറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിൾ. ഏകബീജപത്രികാ സസ്യങ്ങൾ ദ്വിബീജപത്രിക സസ്യങ്ങളെക്കാൾ പുരാതന ജീവികളാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ആരാണ്? എൻക്ലറും പ്രാൻഡിലും. ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് മിസോസോയിക് കാലഘട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം മൈറ്റോകോൺട്രിയ. സിഫിലിസ് രോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരിയാണ് ട്രെപ്പോനിമ പല്ലേഡിയം. ഏത് സസ്യത്തിൽ നിന്നാണ് അഗർ അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത്? ജലിഡിയം. താഴെ തന്നിരിക്കുന്നവയിൽ ഫോസ്ഫോ പ്രോട്ടീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ക്യാസിൻ. 2 ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ച് കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ഇക്കോട്ടോൺ. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡോപ്സൺ യൂണിറ്റ്.